നമ്മുടെ വാക്കുകൾ പ്രവൃത്തികളായിട്ട് മാറുമ്പോഴാണ് ആ വാക്കുകൾക്ക് മൂല്യമുണ്ടാകുന്നത്, പ്രവൃത്തികൾക്ക് മൂല്യമുണ്ടാകുന്നത്. കരുണ, സ്നേഹം, ദയ, ഇത് നമ്മൾ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനെ നമ്മൾ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് ആ കാരുണ്യവും സ്നേഹവും നമുക്ക് അനുഭവിക്കാൻ കഴിയുക. ആ അനുഭവിക്കൽ നമുക്ക് സുഗന്ധമായിട്ട് മാറും, ഒപ്പമുള്ള സർവ്വ ജീവജാലങ്ങൾക്കും സുഗന്ധമായിട്ട് മാറും. ആ മാറലിൽ പരമമായിട്ടുള്ള ആ ഒരു സ്വാതന്ത്ര്യം ഒരാൾ അനുഭവിക്കുന്നുണ്ട്. ബോധനിറവോടെ ഒരാൾ ജീവിക്കുമ്പോൾ, ജാഗ്രതയോടെ ശ്രദ്ധയോടെ ഒരാൾ ജീവിക്കുമ്പോൾ, അയാൾ കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും വഴികളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അയാൾ പ്രകൃതിക്ക് പ്രിയപ്പെട്ടവനാണ്, സർവ്വ ജീവജാലങ്ങൾക്കും പ്രിയപ്പെട്ടവനാണ്. നമുക്ക് ചുറ്റുമുള്ള ആളുകൾ എന്ത് ചെയ്യുന്നു, എന്ത് ചെയ്യാതിരിക്കുന്നു എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു, എന്ത് ചെയ്യാതിരിക്കുന്നു, അതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഈ ഒരു ശ്രദ്ധ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വേണം. അപ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് കാരുണ്യം നിറഞ്ഞ, സ്നേഹം നിറഞ്ഞ വാക്കുകളായിരിക്കും വരിക. ആ വാക്കുകൾ വരിക എന്ന് പറഞ്ഞാൽ, അതിനെ അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ, ഒന്നിനോടും ഒട്ടലില്ലാതെ ഉള്ള ആ ഒരു സമാധാനവും സ്വാതന്ത്ര്യവുമാണ് നമ്മൾ അനുഭവിക്കുന്നത്. അതിനായിട്ടുള്ള ആ ഒരു സാഹചര്യങ്ങൾ നമ്മൾ നമ്മുടെ മനസ്സിന് ഒരുക്കി കൊടുക്കണം. ആ ഒരുക്കിക്കൊടുക്കലിലാണ് നമ്മളോട് കാണിക്കുന്ന ആത്മാർത്ഥത, നമ്മളോട് കാണിക്കുന്ന ആ ഒരു സ്നേഹം. അപ്പം അതിന് നമുക്ക് കഴിയട്ടെ, ആ സാഹചര്യങ്ങൾ ഒരുങ്ങട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ